സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ അത് ഒന്ന് മാത്രമാണ്. പരസ്പരം ചേർത്ത് പിടിക്കുന്ന ചെന്നിത്തലയും വിഡിയും, ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ജനനായകന്മാർ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഉണ്ടായ ശാഠ്യവും പിടിവാശിയും എല്ലാം കളഞ്ഞ് നമ്മളൊന്നാണ്, ഇത് നമ്മുടെ പാർട്ടിയാണെന്ന വികാരത്തിലേക്ക് ഇരുവരും എത്തിയ കാഴ്ചയാണ് കണ്ടത്. ചെന്നിത്തലയ്ക്ക് മുന്നിൽ അലിഞ്ഞ മുഖ്യമന്ത്രി, അതായിരുന്നു അദൃശ്യത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം. പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുന്നിൽ മുഷ്ടി ചുരുട്ടിയാണ് സതീശൻ മുന്നേറിയത്. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിൽ 10,000-കണക്കിന് പ്രവർത്തകർ ഒഴുകിയെത്തിയതോടെ ആ വേദി ജനസാഗരമായിരുന്നു. ആ ജനസാഗരത്തിന് മുന്നിലേക്ക് കൈവീശിക്കൊണ്ടായിരുന്നു ഇരുവരും നിന്നത്. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രി പദവിയിലെ 3-ാം ഊഴമാണ് കിട്ടിയത്. 2ാം വട്ടമാണ് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തേക്ക് എത്തുന്നത്. ആഭ്യന്തരവും വിജിലൻസുമാണ് രമേശ് ചെന്നിത്തലയുടെ വകുപ്പുകളിൽ എന്നാണ് വിവരം. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന വർഷത്തെ ഒരു വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്നു ചെന്നിത്തല. 86-ൽ 30-ാം വയസ്സിൽ കരുണാകരൻ സർക്കാരിൽ മന്ത്രിയായ ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പദവിക്കായിട്ട് നടത്തിയ വാശിയേറിയ പോരാട്ടത്തിൽ ചെന്നിത്തല തളർന്നു പോയെങ്കിലും ആഭ്യന്തരമെന്ന ബലം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിക്കും മുകളിലെത്തിച്ചു. പിണറായി സത്തിൽ കുത്തഴിഞ്ഞ പോലീസ് സേനയെ അദ്ദേഹം നടത്താൻ പോകുന്ന അഴിച്ചുപണികൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ് രാഷ്ട്രീയ കേരളം. സതീശനും ചെന്നിത്തലയും ഒന്നിച്ച് അഭിവാദ്യം ചെയ്യുന്ന ആ മനോഹരമായ കാഴ്ചയും ഒപ്പം ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ നിമിഷത്തിലേക്കും പോകാം. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും
നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും പ്ലീസ് നമ്മുടെ എല്ലാവരും ഞാൻ ബഹുമാനനായ ഗവർണർക്ക് കടന്നു വരുന്നതിനും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ എല്ലാ ദേശീയ നേതാക്കൾക്കും കടന്നു വരുന്നതിനും ഇവിടെ സൗകര്യമൊരുക്കിയേ മതിയാകുകയുള്ളൂ. ഇവിടെ സൗകര്യമൊതുക്കണം, ഇവിടെ സൗകര്യമൊരുക്കി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Please.